ഇപ്പോൾ ശ്രീ എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്കൊന്ന് പോയിട്ട് വരാം. അതിനുവേണ്ടിയായിരുന്നു ഇപ്രാവശ്യം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയും അതിനു മുമ്പ് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും. സംസ്ഥാന കമ്മിറ്റി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം BJP നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദങ്ങളുടെ ആശയ നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചരണം, പ്രചാരവേല സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. സമൂഹത്തിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ കടന്നുകൂടി വിശ്വാസികളിൽ ഉൾപ്പെടെ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് RSS, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിക്കാനാവണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടത്. ജാതീയമായി പിളർത്തി വർഗീയമായി യോജിപ്പിക്കുക എന്ന നയമാണ് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP കൈകാര്യം ചെയ്യുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ പ്രമുഖൻ എല്ലാവർക്കും പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി നിലപാടുകൾ വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ചും BJPക്കെതിരായ ചില വിമർശനങ്ങളൊക്കെയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. ഇന്ന് നേരത്തെ വന്ന ഒരു വാർത്ത, CPM മാർഗരേഖ തയ്യാറാക്കുന്നത് തിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നു. പാർട്ടിയിൽ നിന്ന് അകന്നുപോയ ആളുകളെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ നവകേരള യാത്രയൊന്നും ഗുണം ചെയ്തില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ ശൈലി പ്രശ്നമുണ്ടാക്കിയിട്ടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് പാർട്ടിയിൽ ഉണ്ടായത്. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം വിശദീകരിക്കാൻ സാധ്യത. എന്തായാലും